ഹായ്, ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നതാണ് കേട്ടോ. ഇവിടെയാണ് ഇലക്ട്രോണിസിറ്റി. അപ്പോൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്, 4 വീലറും 2 വീലറും. എൻ്റെ സന്തോഷമുണ്ട്. പിന്നെ ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. ഇത് ഇലക്ട്രോണിസിറ്റിയിലാണ് കേട്ടോ, ഹുസ്കൂർ എന്നുള്ള സ്ഥലത്താണ് എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. ഓട്ടോമേറ്റഡ് എന്താ പറയുക, ട്രാക്കാണ്. രാവിലെ വന്നതാണ്, ടയേർഡായി. ഇത് ശരിക്കും ഒരു ഗ്രാമം പോലെയാണ് കേട്ടോ ഈ ഒരു പ്രദേശം. ഉണ്ടല്ലേ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു ഡിപ്പോ ഉണ്ട്, ഹുസ്കൂർ ഡിപ്പോ, KSRTCയുടെ ഡിപ്പോ ആണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ അടുത്തായിട്ടില്ല. ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും തൊട്ടടുത്തായിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കുഞ്ഞു കടകൾ, ഇതേപോലെയുള്ള കടകളും പിന്നെ ഒരു കരിമ്പ് ജ്യൂസിൻ്റെ ഒരു കട, അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുള്ളൂ ഇവിടെ തൊട്ടടുത്തായിട്ട്. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിലും നമുക്ക് ഓട്ടോ ബുക്ക് ആവാൻ വേണ്ടി ഭയങ്കര പ്രയാസമാണ്. ഇലക്ട്രോണിസിറ്റിയിലേക്കുള്ള ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വേറെ ബസ്സുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ പോകേണ്ടത് ഇന്ദിരാനഗർ എന്നുള്ള സ്ഥലത്തേക്കാണ്. ഇന്ദിരാനഗറിൽ നിന്ന് HALലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചതിന് ശേഷം ഞാൻ ഹുസ്കൂർ വന്നു. ഹുസ്കൂർ സ്റ്റേഷനാണ്, ഇപ്പം മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞാൻ എത്തിയത്. അപ്പം ബ്രിഡ്ജിൻ്റെ മറുവശത്തായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞാനത് ഓവർബ്രിഡ്ജിൻ്റെ മേലെ കൂടെ വന്നിട്ട് ഇപ്പം ഞാൻ നേരെ പോകുന്നത് ഹുസ്കൂർ മെട്രോ സ്റ്റേഷനിലേക്കാണ്. മെട്രോ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം എനിക്ക് ഇന്ദിരാനഗറിലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഇന്ദിരാനഗറിലേക്ക് ഡയറക്റ്റായിട്ട് വണ്ടിയില്ല. ഇതിപ്പം യെല്ലോ ലൈനാണ് വരുന്നത്. യെല്ലോ ലൈനിൽ നിന്ന് പിന്നെ ഗ്രീൻ ലൈനിലേക്ക് മാറി കയറി മജസ്റ്റിക്കിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞാൻ വൈറ്റ് ഫീൽഡ് വണ്ടിയിൽ കയറണം. അതിനുശേഷം ഇന്ദിരാനഗറിൽ ഇറങ്ങണം. അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവിടുന്ന് ഞാനിപ്പോൾ എളുപ്പത്തിന് ഇന്ദിരാനഗറിലേക്ക് എത്താനുള്ള മെട്രോ വഴി എത്താനുള്ളൊരു വഴിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് ഞാനിപ്പോൾ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞാനിനി രാഷ്ട്രീയ വിദ്യാലയ റോഡിലേക്കാണ് പോകേണ്ടത്, RV റോഡ്, അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. അപ്പം അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഗ്രീൻ ലൈനിൽ കയറിയിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയൊക്കെ പാസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സിൽക്ക് ബോർഡ് ഒക്കെ പാസ് ചെയ്തതിന് ശേഷമാണ് ഞാനിനി RV റോഡിൽ ഞാനിപ്പോൾ എത്തി. ഇനി ഇവിടുന്ന് ഗ്രീൻ ലൈനിൽ മാറി കയറണം. ഇനി ഗ്രീൻ ലൈനിലേക്ക് നമ്മൾ മാറി കയറാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം പോയി നമ്മൾ ലാൽബാഗ്, അതുപോലെ ചിക്പേട്ട്, പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ മജസ്റ്റിക്കിലാണ് നമ്മൾ എത്തേണ്ടത്. അതിന് മുമ്പ് കുറച്ച് സ്റ്റോപ്പുകളും കൂടെ ഉണ്ട് കേട്ടോ. ഒരു 4-5 സ്റ്റോപ്പുകൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് മജസ്റ്റിക്കിലെത്താം. അപ്പോൾ അവിടുന്ന് നേരിട്ടിട്ട് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസ്കൂറിന്ന് ഇന്ദിരാനഗറിലേക്ക് 90 രൂപയാണ് കേട്ടോ ചാർജ്. അവിടുന്ന് വൈറ്റ് ഫീൽഡിലേക്കുള്ള വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് വരിക. അപ്പം പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് ഞാൻ ലിഫ്റ്റിൽ കയറിയതിന് ശേഷം ഞാനിപ്പോൾ ലേഡീസിൻ്റെ സെക്ഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ മജസ്റ്റിക്കാണ് കേട്ടോ കാണുന്നത്. മജസ്റ്റിക് എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. മജസ്റ്റിക്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശീലമാവും. അപ്പം പോകുന്ന ആളുകൾക്ക് അത് കുറച്ച് എളുപ്പമായിരിക്കും. അതിന് ശേഷം നമ്മൾ ഞാനിപ്പം ഇന്ദിരാനഗറിലെത്തിയതിന് ശേഷം HALലേക്ക് ഉള്ള ഓട്ടോ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഇതാണ് ഇന്ദിരാനഗറിലെ വാക്കിൻ സ്ട്രീറ്റാണത് കാണുന്നത്. അതിൽ കൂടെ ഇങ്ങനെ വന്നതിന് ശേഷം KFC ജംഗ്ഷൻ വഴി ഞങ്ങൾ നേരിട്ട് തിപ്സാന്ദ്ര വഴി വീട്ടിലേക്ക് HALലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രാക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇന്നലെ പോയതാണ്. എനിക്ക് ഇന്ന് ടെസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈസൻസ് ഇന്ന് ഡിജി ലോക്കറിൽ നമുക്ക് ഇന്ന് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ലൈസൻസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമായി. അപ്പം കുറേ കാലമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പഠിച്ചത് ഇന്ദിരാനഗറിലുള്ള മാരുതിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പോപ്പുലർ മാരുതീൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ 2025 ഒക്ടോബറിലോ നവംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ ഒരുപാട് ടൈം ഡിലേ ആയിരുന്നു. ക്ലാസ്സുകളും പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട് മാറി HALലേക്ക് മാറി. ഇന്ദിരാനഗറിൽ നിന്ന് HALലേക്ക് മാറിയതിന് ശേഷം പോലും
ക്ലാസ്സുകൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാസ്സും എനിക്ക് കുറേ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ടൂ വീലറിൻ്റെത് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ HIL തന്നെയുള്ള ഒരു എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നായിരുന്നു. അവർ നല്ലതായിട്ട് പഠിപ്പിച്ചു തന്നു കേട്ടോ. അവർ റെഗുലറായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഡിലേ വന്നിട്ടുള്ളത് മാരുതിയിൽ നിന്നാണ്. പക്ഷേ അവസാനം ലൈസൻസിൻ്റെ സെക്ഷനിലുള്ള ആൾക്കാർ വളരെ കറക്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് നമ്മളവിടെ പോയപ്പോഴത്തേക്ക് ഫോമും കാര്യങ്ങളൊക്കെ ശരിയാക്കാനും പിന്നെ എന്താ പറയുക അതിൻ്റെ സൈൻ ചെയ്യിപ്പിക്കാനും എല്ലാത്തിനും തന്നെ അവർ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലൈസൻസ് കിട്ടി. ഇനിയിപ്പം ആ ഒരു ബുദ്ധിമുട്ട് തീർന്നു എന്ന് പറയാം. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടോ. പിന്നെ രാത്രി നല്ല ബ്ലോക്കായിരുന്നു, റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ ഏരിയയൊക്കെ ഇപ്പോൾ കാണുന്നത് ഞാൻ ISROൻ്റെ ഏരിയയാണ് കാണുന്നത്. ISROൻ്റെ ഏരിയയിൽ ഭയങ്കര തിരക്കാണ്. എപ്പോൾ നോക്കുവാണെങ്കിലും വണ്ടി ബ്ലോക്കാണ്. മണിക്കൂറുകളോളം എന്ന് പറഞ്ഞതുപോലെ ബ്ലോക്കായിട്ടിരിക്കുന്നൊരു ഏരിയയാണിത്. ഞാൻ അതോട് കൂടിയിട്ടൊരു 8:45 9 മണിയായപ്പം വീട്ടിലെത്തി കേട്ടോ.